ഹലോ ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമിക ഒരു ചടങ്ങിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. ആ സമയത്ത് പൂജാരി എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞിട്ട് ലാസ്റ്റ് വിളക്കെടുക്കുന്നൊരു ചടങ്ങുണ്ട് കേട്ടോ. ആ വിളക്ക് എടുത്ത് ദേവിക്ക് മുന്നേ 2-3 പ്രാവശ്യം പിന്നെ ചുറ്റുന്ന ഒരു ചടങ്ങ്. അത് ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയൊരു ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ പോറ്റി പറയുന്നുണ്ട് അവിടെ വർമ്മയോടും സംഗീതയോടും അത് ചെയ്യണമെന്ന്. അവരാണല്ലോ മാലയൊക്കെ ഇട്ടിരിക്കുന്നത്. അങ്ങനെ അവരതങ്ങനെ ചെയ്യുകയാണോ. 2-3 പ്രാവശ്യം 2 പേരും കൂടെ ഒരുമിച്ച് വിളക്കെടുത്ത് ഇങ്ങനെ ചുറ്റുവാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും കൊണ്ട് അഞ്ജന ഭവാനിയോട് പറയാണ്, അമ്മേ എനിക്കും ഇതുപോലെ ചെയ്യണമെന്നുണ്ട്. ഞാനും അജയും കൂടെ ചേർന്ന് ചെയ്താലോ? അതിനെന്താ, നീ മുത്തശ്ശിയോട് പറ. ശരി. അങ്ങനെ മുത്തശ്ശി എനിക്കും കൂടെ ഇങ്ങനെയൊന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാനും അജയും കൂടെ. മോളെ അത് പറ്റുമോയെന്നറിയില്ല. വിവാഹം കഴിച്ചവരാണ് സാധാരണ ചെയ്യേണ്ടത്. മോൾക്കത് പറ്റുമോ? പോറ്റിയെടുത്ത് ചോദിക്കട്ടെ. അങ്ങനെ പോറ്റിയോട് ചോദിക്കുമ്പോൾ പോറ്റി പറയണത് എന്താണെന്ന് വെച്ചാൽ, മോള് വിഷമിക്കണ്ട, എന്തായാലും നിങ്ങളെ വിവാഹം കഴിക്കാൻ വേണ്ടി പോവുമല്ലേ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും ഇത് ചെയ്യുന്നത് കൊണ്ടൊരു കുഴപ്പമില്ല, ചെയ്തോളൂ എന്ന് പറയാം കേട്ടോ. അങ്ങനെ അഞ്ജനയും നമ്മുടെ അജയനും കൂടെ അത് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ അജയ് പറയുന്നുണ്ട്, എനിക്ക് താല്പര്യമില്ല, വേണ്ട, ഇതൊക്കെ വിവാഹം കഴിഞ്ഞതിന് ശേഷം മതിയല്ലോ. സാരമില്ലെന്നേ, അതും വീട്ടിന് ഐശ്വര്യം തന്നെയാണ്. എന്തായാലും കുട്ടിയെ വിവാഹം കഴിക്കാൻ പോവുമല്ലേ എന്നും പറഞ്ഞ് വീട്ടിൽ നിർബന്ധിക്കുക. അവസാനം അവരുടെയൊക്കെ നിർബന്ധത്തെ പ്രകാരം ഇവർ 2 പേരും കൂടെ ചേർന്ന് ഈ വിളക്കെടുക്കാണ്ടോ, വിളക്ക് തട്ടായിട്ടിരിക്കുന്ന വിളക്കാണ് അത്. അകത്തുനിന്ന് വിളക്ക് ഇവിടെ കൊണ്ട് കൊളുത്തി വെച്ചത് പോലും നമ്മുടെ ഭൂമികയാണേ. അപ്പോഴേ ഭവാനിക്ക് ദേഷ്യമാണ്. എല്ലാത്തിനും ഭൂമികയെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഭൂമിക അങ്ങോട്ട് മാറി ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇവർ 2 പേരും കൂടെ ഒരു തവണ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വരുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ അഞ്ജനയുടെ കയ്യിലിരുന്ന ആ ഒരു ഫോൺ റിങ് റോയി എന്ന് പറയുന്ന ഏവനോ ഒരുത്തൻ വിളിക്കുകയാണ്. പെട്ടെന്ന് ഇവിടെ കയ്യങ്ങ് വിറക്കുക കേട്ടോ. ഇവള് ആരോ തേച്ചിട്ടാൻ പോകുന്ന ആരോ ആണ് കേട്ടോ. അതുകൊണ്ടാണ് പേടിച്ച് കൈ വിറച്ചത്. കൈ വിറയ്ക്കുന്നതും പെട്ടെന്ന് തന്നെ ഈ വിളക്കങ്ങ് മറിഞ്ഞു കേട്ടോ. വിളക്കിൽ നിന്നുള്ള പിടി വിട്ടുപോയി. നമ്മുടെ ഭൂമിക ഓടിപ്പോയി അത് വീഴാതെ ചേർത്ത് പിടിച്ചു. ചേർത്ത് പിടിച്ചിട്ടോ. ഇത് ചുറ്റുന്നത് ആരൊക്കെയാണ്? നമ്മുടെ ഭൂമികയും അജയും കൂടെ ചേർന്നാണ് ഇങ്ങനെ ചുറ്റുന്ന കേട്ടോ. 3 പ്രാവശ്യം വിവാഹം കഴിക്കാൻ പോകുന്ന ഒരാളാണല്ലോ എന്ന് വെച്ചിട്ടാണ് അഞ്ജനയെ കൊണ്ട് ചെയ്യിച്ചത്. ഇപ്പം അഞ്ജനയ്ക്ക് പിടിക്കാനും പറ്റിയില്ല. അയ്യോ, ഭണ്ട ഭവാനിക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം വന്നു കേട്ടോ. അഞ്ജനയാണെങ്കിൽ കണ്ണുരുട്ടി പിടിച്ചങ്ങ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഭൂമികയ്ക്കും ടെൻഷനുണ്ട്. അങ്ങനെ മൊത്തത്തിൽ അവർ ചുറ്റിയെല്ലാം വെച്ച് അവിടെ വെക്കുകയാണ്. അതോടുകൂടി ഭവാനിയുടെ ദേഷ്യം അങ്ങോട്ട് വന്നിട്ട്, എന്താടി നീ ചെയ്തത്? നീ ആരാ ഇവിടുത്തെ? വന്ന പാടെ ഞാൻ ശ്രദ്ധിക്കുകയാണ്. ഏതോ ഒരു പലചരക്ക് കടക്കാരി പലഹാരം ഉണ്ടായിക്കൊണ്ട് നടക്കുന്ന അവൾ. നിനക്ക് എന്ത് യോഗ്യതയാടി അജയൻ്റെ കൂടെ നിന്ന് ഇത് ചെയ്യാനായിട്ട്? എൻ്റെ അഞ്ജന മോള് ചെയ്യേണ്ട കാര്യമില്ല. നിന്നോട് ആരാ ഇതിപ്പോൾ കയറി പിടിക്കാനും എടുക്കാനും പറഞ്ഞതെന്ന് പറഞ്ഞു അങ്ങോട്ട് തുടങ്ങി. അവസാനം പെട്ടെന്ന് ഇതൊക്കെ കേട്ടപ്പോൾ ഭൂമികയ്ക്ക് നാണക്കേടായിട്ടോ. ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ചിട്ടൊക്കെ പലചരക്ക് കാരി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പെട്ടെന്ന് അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ഭവാനി, എന്താ മിണ്ടാതിരിക്കുന്നേ? എന്തൊക്കെയായി പറയുന്നത്? അപ്പം തന്നെ പോറ്റിയോട് ചോദിക്കണം, പോറ്റി ഇതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ തിരുമേനി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ എന്തായാലും ഈ വിളക്ക് മറിഞ്ഞു വീണിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ദോഷം ഇവിടെ ഉണ്ടായേനായിരുന്നു. മറിഞ്ഞില്ലല്ലോ. മറിയാനിപ്പോൾ ആ കുട്ടി കയറി പിടിച്ചില്ലേ. ആ കുട്ടി എന്തായാലും വീടിൻ്റെ ഐശ്വര്യം തന്നെ കേട്ടോ എന്ന്. അയ്യോ, അതും കൂടെ കേൾക്കുമ്പോൾ അവിടെ ഉള്ളവരുടെ ബാക്കിയുള്ളവരുടെ മനസ്സിലങ്ങ് കല്ലുകട്ടെ, ഇവളെ കൊന്നാൽ മതി എന്നായിട്ടോ. അതോടുകൂടി അജയനൊരു സ്നേഹം അച്ഛനോട് നമ്മുടെ ഭൂമികയോട് തോന്നുകയാണ്. ഭൂമിയെയും ആ ഒരു ടെൻഷനൊക്കെ മാറി, പേടിയായിരുന്നല്ലോ, മാറി നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ഓടി വന്ന്, സത്യൻ മോളെ സോറി കേട്ടോ ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞതിന്, പോട്ടെ സാരമില്ല, എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പിരിയാണ്. അതുപോലെ തന്നെ അമ്മയും വന്ന് പറയുന്നുണ്ട്, മുത്തശ്ശി സാരമില്ല, മോളൊന്നും കൊണ്ടും പേടിക്കണ്ട, നീ ഈ വീട്ടിലെ അംഗമായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ, ഇവിടെ ആരൊക്കെ കണ്ടില്ലെങ്കിലും ഞാൻ അങ്ങനെ തന്നെ മോളെ കാണുന്നതെന്ന് പറയുമ്പോൾ ഭൂമിക്ക് ആദ്യമായിട്ട് മുത്തശ്ശിയെ കാണുമ്പോഴത്തേക്ക് ഒരു ഓർമ്മ വരുന്നുണ്ടല്ലോ. കാരണം ആ അമ്പലത്തിൽ കയറാൻ സമ്മതിക്കാതിരുന്നപ്പോൾ അവൾ എൻ്റെ കുടുംബത്തിലെ കുട്ടിയെ എൻ്റെ ചെറുമകളാക്കി കയറ്റി വിട്ടോ എന്ന് പറഞ്ഞില്ലേ, ആ ഓർമ്മ വരുവാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിയുമ്പോൾ നമ്മുടെ അഞ്ജന പോയി അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഓഹ് എൻ്റെ ദൈവമേ, ഇവളെ കൊണ്ട് തോറ്റു, ഇവളെങ്ങനെ എവിടുന്ന് അടിച്ചു ഓടിക്കാൻ പറ്റുക? എന്തെങ്കിലും ഒരു വഴി കാണണം, അല്ലാതെ പറ്റില്ല. അപ്പോൾ തന്നെ സത്യൻ അങ്ങോട്ട് കയറി വരിക. മോളെ അഞ്ജനെ, നിനക്ക് സന്തോഷമായോ? മോളൊന്നും കൊണ്ട് വിഷമിക്കണ്ട, കൂടെ നിന്ന് വെല്ലിച്ചനെല്ലാം ചെയ്തതെന്നുള്ളതെന്ന് പറയുമ്പോൾ, കൂടെ നിന്ന് ചെയ്യേണ്ടത് വെല്ലിച്ചനാണോ? അവളുടെ സ്വന്തം അച്ഛനല്ലേ സാഗർ. സാഗർ എവിടെ ഇപ്പോൾ?
സാഗർ പോയി പരലോകത്ത് പറഞ്ഞയച്ചല്ലേ നിങ്ങൾ എന്നും പറഞ്ഞ് സത്യനെ വീണ്ടും വേദനിപ്പിക്കുക. അങ്ങനെ സത്യൻ അവിടെ നിന്ന് പോവാട്ടോ. അപ്പം അഞ്ജന ചോദിക്കുന്നുണ്ട്, കിട്ടുന്ന അവസരം ഒന്നും അമ്മ പാഴാക്കാറില്ല, എപ്പോഴും എന്തിനാ ഇങ്ങനെ വലിയച്ഛനെ പറയണം? എടിയും ലക്ഷ്യം നമ്മുടെയാണ്, അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മൾ പാഴാക്കരുത്, അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കണം. പറഞ്ഞാൽ മനസ്സിലായോ? നീയും അങ്ങനെ തന്നെ ആവണം. ശരി. ഇന്ന് ആ വിളക്ക് കയറി പിടിച്ചത് എനിക്ക് തീരെ പിടിച്ചില്ല. ഇവിടെ എല്ലാവരും അവളുടെ അടുത്ത് പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുക, അവൾക്കൊരു പണി കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ അഞ്ജന പറയാട്ടോ. ഇതേ സമയത്ത് നമ്മുടെ അച്യുതൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് കേട്ടോ, ആരും കാണാതെ. അങ്ങനെ ഓടിക്കൊണ്ട് നിൽക്കും. വെറുതെ മേളിലേക്ക് നോക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ആരാ? നമ്മുടെ ഭവാനി ഫോണിൽ സംസാരിച്ചുകൊണ്ട്. ഭവാനി ഒരു മിന്നായം പോലെ കാണുന്നുണ്ട് കേട്ടോ അച്യുതനെ. അയ്യോ, ഇത് അച്യുതനല്ലേ? അച്യുതൻ എന്തിനാ എന്നെ കണ്ടപ്പോൾ ഓടിയത്? അങ്ങനെയാണെങ്കിൽ ഞാൻ അന്ന് കൊടുത്ത ആ കൊച്ചിനെ അച്യുതൻ കൊന്നിട്ടില്ല, വളർത്തിയിട്ടുണ്ടാവും, അതുകൊണ്ട് അവൻ ഇങ്ങനെ പേടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ഇതിന് കുറച്ചുകൂടെ ശ്രദ്ധ കരുതണം, കൊല്ലും ഞാൻ എല്ലാത്തിനെയും എന്നവർ വീണ്ടും പകയോടെ ആലോചിക്കണം കേട്ടോ. ഇതിനിടയ്ക്ക് അഞ്ജന നമ്മുടെ ഭൂമിക പോവാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സഞ്ചിയും കാര്യങ്ങളൊക്കെ കിച്ചണിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുക്കായിരുന്നു കേട്ടോ. എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും അഞ്ജന അങ്ങോട്ട് വരുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോയത്? നിനക്ക് എന്തിൻ്റെ കേടാന്ന് ചോദിച്ച് വഴക്ക് പറയാണ്. അപ്പോൾ ഭൂമിക പറയുന്നുണ്ട്, ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല കുട്ടി, അതെ അഞ്ജന എന്ന് പറഞ്ഞ് തുടങ്ങുക കേട്ടോ. അത് മറിഞ്ഞു വിടാൻ പോയപ്പോൾ ഞാൻ കയറി പിടിച്ചു, അത്രയേ ഉള്ളൂ, വേറൊന്നും ചിന്തിക്കണ്ട. എടി സത്യം പറ, നിനക്ക് അജിയായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? എന്തൊക്കെയാ അഞ്ജനയെ പറയുന്നത്? അഞ്ജനയോ? പേര് പറഞ്ഞ് വിളിക്കാതെ മാഡം എന്ന് വിളിക്കടി. അയ്യോ മാഡം, എനിക്കങ്ങനെ ആരുമായിട്ടൊരു ബന്ധവുമില്ല കേട്ടോ, അയാൾ ഞാൻ അങ്ങനെ കണ്ടിട്ടുമില്ല. ഞാൻ ജസ്റ്റ് അത് മറിഞ്ഞു വീഴാൻ പോയപ്പോൾ കയറി പിടിച്ചു, അത്രയേ ഉള്ളൂ. മറിഞ്ഞു വീഴുന്നെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാവും ഇവിടെ തിരുമേനി പറഞ്ഞത് മാഡം കേട്ടില്ലായിരുന്നോ? ഓ എടി ചെറ്റേം, നീയൊക്കെ ഇനി മേലിൽ ഇതിനകത്ത് കയറി പോകരുത്. നിനക്ക് എന്ത് അവകാശമോടെ ഉള്ളത്? നീയൊക്കെ ഏതോ തെരുവിൽ കിടന്നതാ. അല്ലെങ്കിൽ തന്നെ നിൻ്റെയൊക്കെ അച്ഛനും അമ്മയും ആരാന്ന് ആർക്കറിയാം? ഒരു പലചരക്ക് കടയിൽ നടത്തുന്നത്, കോഫി ഷോപ്പ്. ഓരോരുത്തർ കൊണ്ടുവരുന്നു, കഴിക്കുന്നു, അതിൻ്റെ എച്ചിലെടുത്ത് കഴുകുന്നു. ഇതല്ലേടി നിൻ്റെയൊക്കെ പണികൾ. തന്തയില്ലാത്തവൾ എന്ന് പറയാട്ടോ. എന്താടി നീ പറഞ്ഞത്? തന്തയില്ലാത്തവളെന്നോ? ദേ ഒരു വാക്കിന് നീ മിണ്ടിയാലുണ്ടല്ലോ, എന്താടി? വീണ്ടും ഞാൻ പറയും, ഒരൊറ്റ അടി അങ്ങോട്ട് കൊടുക്കാട്ടോ കവളിൽ. ഇത് കണ്ടും കൊണ്ട് അജയ് അങ്ങോട്ട് വരും. എന്താ ഇവിടെ? എന്തിനാ നീ അവളെ തല്ലിയത്? വീട്ടിനകത്ത് കടന്നു കൂടിയാൻ പോയ വീട്ടിലുള്ളവർ തല്ലുന്നോ? തല്ലും, നിങ്ങളെയും ഞാൻ തല്ലും. എന്തായി പറയണത്? അതെ, പിന്നെ തന്തയില്ലാത്തവളെന്ന് എന്നെ പറഞ്ഞാലേ ഞാൻ അടിക്കും, അത് ഞാനായാലും ശരി തന്നെ. ഇനി ഒരിക്കൽ കൂടെ പറഞ്ഞു നോക്ക്. എൻ്റെ അച്ഛനെ പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല, എന്നെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ സഹിക്കുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് എല്ലാം എടുത്തുകൊണ്ട് നമ്മുടെ ഭൂമിക അവിടെ നിന്ന് പോവാട്ടോ. അപ്പം അച്ഛന് കാര്യം മനസ്സിലായി. അഞ്ജന വന്നല്ല ഉടയ്ക്കും. അഞ്ജനെ ഒന്ന് രൂക്ഷമായി നോക്കണ്ട. അഞ്ജന പെട്ടെന്ന് നാറി ചമ്മി, ഇനിയിപ്പോൾ അജയൻ്റെ വായിരിക്കണമെന്ന് കേൾക്കണ്ടല്ലോ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഓടുക കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അച്ഛനാണെങ്കിൽ ഭൂമിയുടെ അച്ഛൻ നേരെ വീട്ടിലേക്ക് ടെൻഷൻ കൊണ്ട് എത്തുവാണ്. ആ സമയത്ത് അവിടെ അമ്മയുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, എന്താ അച്ചുവേട്ടാ ഇത്രയും ലേറ്റായത്? എടി അത് അവിടെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നേ, അവർ പറഞ്ഞു പൂജ എല്ലാം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന്, അതുകൊണ്ട് എന്നെ പിടിച്ച് അവിടെ നിർത്തി, അതുകൊണ്ടാണ് താമസിച്ചത്. ഓ അത് ശരി. നമ്മുടെ മോൾ അവിടെ നല്ല രീതിയിൽ ആ കാര്യങ്ങളെല്ലാം ചെയ്ത് കേട്ടോ. എന്നാലും അച്ചുവേട്ടൻ്റെ മുഖത്ത് എന്താ ഒരു ടെൻഷൻ എന്ന് ചോദിക്കുക. അല്ല, നമ്മുടെ മോളെ കുറിച്ച് എനിക്ക് ആലോചിച്ചിട്ടേ, എന്താ നമ്മുടെ മോള് നമ്മളെ കൈവിട്ട് പോവോ? എന്താ അച്ചുവേട്ടാ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇപ്പം ആരെങ്കിലും അവളെക്കുറിച്ച് ചോദിച്ചില്ല, എന്നാലും എനിക്കൊരു പേടി. ഒന്നുമില്ല, നമ്മുടെ മോള് നമ്മുടെ തന്നെയാണ്, വാ ഇങ്ങോട്ട്. ശരി എന്നും പറഞ്ഞ് അകത്തേക്ക് കയറിച്ചില്ല. അപ്പോൾ അച്യുതനൊരു സംശയം, ഇത്രയും നേരമായിട്ട് എൻ്റെ മോളെ കണ്ടില്ല, അവിടെ ഇനി പ്രശ്നങ്ങളായോ, ഭവാനി അവളെ എന്തെങ്കിലും ചെയ്ത് കാണോ എന്നൊക്കെ പേടിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ഭൂമിക വരുവാണ് കേട്ടോ. അച്ഛാന്ന് എന്തേ അച്ഛാ അവിടെ വന്നിട്ട് എന്നെ കാണാതെ ഓടിക്കളഞ്ഞത്? എടി അവിടെ അത് വേറൊന്നും കൊണ്ടല്ല, അതിൻ്റെ തിരക്കിലും കാര്യങ്ങളും നീ നിൽക്കുന്നുണ്ടാ. അത് ശരി. അപ്പോൾ എന്തായാലും എനിക്ക് അവിടുത്തെ അന്തരീക്ഷവും അവിടെയുള്ള ആൾക്കാരെയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അച്ഛാ. ആണാടി? അതെ, അവിടുത്തെ മുത്തശ്ശി എന്തൊരു സ്നേഹമാണ്. എനിക്കും അതുപോലൊരു മുത്തശ്ശിയെ വാങ്ങിത്തരാവോ? ഞാൻ എവിടെ പോകാൻ അതേപോലെ ഒരു മുത്തശ്ശിയെ വാങ്ങിത്തരാൻ എന്നിങ്ങനെ അച്യുതൻ ചോദിക്കട്ടോ. അതല്ലെന്നേ, ഒരുപാട് ആളുകളും കുടുംബക്കാരും സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ ഇങ്ങനെ കൂട്ടുകുടുംബമായിട്ട് താമസിക്കുമ്പോൾ നമുക്കൊരാവശ്യം വന്നാൽ നമുക്ക് നമ്മളെ സഹായിക്കാൻ ഒരാളുണ്ടാവുമല്ലോ എന്നിങ്ങനെ ഭൂമിക അച്ഛനോട് പറയാട്ടോ. ഇതിനിടയ്ക്ക് ഭൂമിക സൗഭാഗ്യപുരത്ത് നിന്ന് ഇറങ്ങുന്നതിന് മുൻപേ വർമ്മ അവിടുന്ന് കുറച്ച് നോട്ട് കെട്ടുകളുമായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ആർക്കോ കൊടുക്കാനാണ്. അലമാരയിൽ നിന്ന് എടുത്തുകൊണ്ട് പോവാണ്. 3 നോട്ട് കെട്ടുകളുണ്ട്. കാറിൽ കയറുന്നതിന് മുമ്പ് 2 താഴെ വീഴാണ് കേട്ടോ. ഇത് നമ്മുടെ ഭൂമിക കാണുകയാണ്. ഭൂമിക പുറകെ വിളിക്കുന്നുണ്ട്, സാർ പൈസ താഴെ വീണിട്ടുണ്ടെന്ന്. പക്ഷേ അയാൾ കാണുന്നില്ല, അയാൾ ഇറങ്ങി പോകണുണ്ട് കേട്ടോ. പക്ഷേ ആ 2 നോട്ട് കെട്ടുകളും കയ്യിലെടുക്കുകയാണ് ഭൂമിക. എന്നിട്ട് ആദ്യം അച്ഛനെ ഓർക്കുക കേട്ടോ. അച്ഛനൊരു 10-14 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് സർജറിക്ക് വേണ്ടിയിട്ട്. അത് മനസ്സിലേക്ക് ഓടി വന്നു. പക്ഷേ ഇത് എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ.
പെട്ടെന്ന് തന്നെ അതിനെ തിരിച്ച് സൗഭാഗ്യപുരത്തേക്ക് മുത്തശ്ശിയുടെ കൈകളിലേക്ക് കൊണ്ടു കൊടുക്കുക. വർമ്മ സാറ് പോയപ്പോൾ കയ്യിൽ നിന്ന് വീണതാണ്, ഞാൻ കണ്ടതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ തിരിച്ചേൽപ്പിക്കുന്നതെന്ന്. അത് സംഗീതയ്ക്കും നമ്മുടെ മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷമാവും കേട്ടോ. മോളെ, നീ ആയതുകൊണ്ടാണ് ഇത് തിരിച്ചിവിടെ കൊണ്ടെത്തിച്ചത്. വേറെ ആരെങ്കിലും ആണെങ്കിൽ അവരെടുത്തുകൊണ്ട് പോകുമായിരുന്നില്ലേ, നീ അത്രയ്ക്ക് നല്ല മോളാടി എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ പിന്നെ അഞ്ജനയ്ക്കാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് അങ്ങോട്ട് പിടിക്കുന്നേ ഇല്ല. അപ്പം വീണ്ടും അതിൽ നിന്ന് കുറച്ച് കാശ് കൊടുക്കുകയാണ് കേട്ടോ. ഇത് മോള് വെച്ചോ, ഇത് മോൾക്ക് അവകാശപ്പെട്ടതാ, എനിക്ക് വേണ്ട, ഇത് ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ കൈക്കൂലി വാങ്ങുമ്പോലെ ആവില്ലേ മുത്തശ്ശി, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അഞ്ജന തിരിച്ച് അഞ്ജനയല്ല ഭൂമിക തിരിച്ച് പോവുകയാണ്. അപ്പോൾ അഞ്ജന മുത്തശ്ശിയോട് പറയാം, എന്തിനാ മുത്തശ്ശി ഇവരെ പോലുള്ളവരെയൊക്കെ വീട്ടിനകത്ത് കയറ്റുന്നത് എന്നും പറഞ്ഞിട്ട്, എന്താടി നീ അങ്ങനെ പറഞ്ഞത്, നീ എന്താ ഉദ്ദേശിച്ചത്, അവൾ ദരിദ്രവാസിയായിട്ട് കിടക്കുന്നുണ്ടോ, പലഹാരം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതെന്നൊക്കെ നിങ്ങൾ നേരത്തെ പറയുന്ന കേട്ടു, അതെന്താ ഇത്ര കുറച്ചിലുള്ള കാര്യമാണ്, ഓരോരുത്തരും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നതേ അവരുടെ കുറ്റം കൊണ്ടല്ല, സാഹചര്യം അങ്ങനെ ആക്കുന്നതാ, നീ ഇപ്പം ഈ വീട്ടിൽ ജനിച്ചത് നിൻ്റെ കഴിവ് കൊണ്ടൊന്നും അല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നല്ലപോലെ വഴക്ക് കൊടുക്കുന്നുണ്ട് അഞ്ജനയ്ക്ക്. അഞ്ജന അതും കൊണ്ട് നാണം കെട്ട് തിരിച്ചു പോവുകയാണ്. വീട്ടിലെത്തിയ ഭൂമികയെ ആകെ പേടിച്ച് വരയ്ക്കുന്നുണ്ട്, ഭൂമിക നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ് അച്യുതൻ. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.